ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളോട് നമുക്കുള്ള സ്നേഹത്തിൽ കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടോ? അവൻ അല്ലെങ്കിൽ അവൾ എനിക്ക് വെറുമൊരു ഫ്രണ്ട് മാത്രമാണോ? അതോ അതിനപ്പുറം എന്തെങ്കിലുമാണോ? ഒരു പക്ഷേ ഈ ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. പലപ്പോഴും നമ്മൾ സൗഹൃദത്തെ പ്രണയമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. തിരിച്ച് പ്രണയത്തെ ഫ്രണ്ട്ഷിപ്പ് മാത്രമായി കണ്ട് നഷ്ടപ്പെടുത്താറുമുണ്ട്. ഈ നേർത്ത നൂൽപ്പാലത്തിൽ പെട്ടുപോയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ബന്ധങ്ങളാണ് തകരുക. നിങ്ങളുടെ മനസ്സിലുള്ളത് വെറും സൗഹൃദമാണോ അതോ ജീവിത അവസാനം വരെ കൂടെയുണ്ടാകേണ്ട പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ മനുഷ്യ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്ന സൈക്കോളജി ചില കൃത്യമായ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ 5 രഹസ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ അവസാനത്തെ 2 ലക്ഷണങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും. കാരണം നിങ്ങളുടെ പങ്കാളി പോലും അറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ആദ്യത്തെ ലക്ഷണത്തിലേക്ക് വരാം. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്തയോ സങ്കട വാർത്തയോ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ആ നിമിഷം അത് ആദ്യം ആരോട് പങ്കുവെക്കണമെന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? അതൊരു സാധാരണ സുഹൃത്താണെങ്കിൽ നമ്മൾ ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അവരെ വിളിക്കും. എന്നാൽ അതൊരു പ്രണയമാണെങ്കിലോ, ലോകത്ത് മറ്റാരെക്കാളും മുമ്പ് ആ നിമിഷം തന്നെ ആ വ്യക്തിയോട് അത് പറഞ്ഞിരിക്കണമെന്ന് നമ്മുടെ മനസ്സ് വാശി പിടിക്കും. സുഹൃത്തുക്കൾക്ക് നമ്മൾ സമയം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ പ്രണയത്തിൽ എത്ര തിരക്കാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ സമയമുണ്ടാക്കിയെടുക്കും. ഈ മുൻഗണനയാണ് ഫ്രണ്ട്ഷിപ്പും പ്രണയവും തമ്മിലുള്ള ആദ്യ പ്രധാന വ്യത്യാസം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് വളരെ രസകരമായ ഒന്നാണ്. നിങ്ങളുടെ ആ സുഹൃത്ത് മറ്റൊരാളോട് വളരെ ക്ലോസ് ആയി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതൊരു വെറും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരും, അവരെ സപ്പോർട്ടും ചെയ്യും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പ്രണയമാണെങ്കിലോ, കഥ മാറും. അവർ മറ്റൊരാളോട് ചിരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ നെഞ്ചിലൊരു തീക്കനലെരിയും. അവരെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു പൊസസീവ്നെസ് നിങ്ങളുടെ മനസ്സിൽ വിങ്ങും. മൂന്നാമത്തേതായിട്ടുള്ള ലക്ഷണം, അത് നമ്മുടെ ശരീരവും കണ്ണുകളും കാണിച്ചു തരുന്ന ഒന്നാണ്. ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിരിക്കും. എങ്ങോട്ട് നോക്കിയും നമ്മൾ സംസാരിക്കും. ബോഡി ലാംഗ്വേജിൽ യാതൊരു ടെൻഷനും ഉണ്ടാകത്തില്ല. പക്ഷേ പ്രണയത്തിലാകുമ്പോഴോ, ആ വ്യക്തിയുടെ സാമീപ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടും. അവർ അരികിലേക്ക് വരുമ്പോൾ അറിയാതൊരു ചെറിയ പരിഭ്രമം വരും. കണ്ണുകളിലേക്ക് നോക്കാൻ ഒരു മടി തോന്നും. അതേസമയം അവർ കാണാതെ നമ്മൾ അവരെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു ഗ്രൂപ്പിൽ ഒപ്പം ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ആ ഒരു വ്യക്തിയെ മാത്രമാണോ തിരയുന്നത്? എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. നിങ്ങളുടെ മനസ്സ് പ്രണയത്തിൻ്റെ വഴിയിലാണ്. ഇനി നമ്മൾ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കടക്കുന്നത്. നാലാമത്തെ കാര്യം, നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംസാരിക്കുക? ഇന്നത്തെ കാര്യങ്ങൾ, സിനിമ, ട്രിപ്പുകൾ എന്നിവയൊക്കെയല്ലേ സംസാരിക്കുക. എന്നാൽ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ അറിയാതെ പോലും ഭാവി ജീവിതം കടന്നു വരാറുണ്ടോ? 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ ഉള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിത്രത്തിൽ ആ വ്യക്തിയും ഉണ്ടോ? നമ്മൾ ഒരുമിച്ചൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി സങ്കല്പിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും മനോഹരവും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതുമായ 5ാമത്തെ ലക്ഷണം. ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പരസ്പരം കളിയാക്കാറുണ്ട്, കുറ്റങ്ങൾ പറയാറുണ്ട്. അവർ തെറ്റ് ചെയ്താൽ നമ്മൾ ദേഷ്യപ്പെടും. ചിലപ്പോൾ കുറച്ചുനാൾ മിണ്ടാതിരിക്കും. അവിടെ ചില നിബന്ധനകൾ അറിയാതെ തന്നെ വരും. എന്നാൽ പ്രണയത്തിലോ, ആ വ്യക്തിയുടെ പോരായ്മകളും ദേഷ്യവും സങ്കടവുമെല്ലാം നമുക്ക് മനോഹരമായി തോന്നിത്തുടങ്ങും. അവരുടെ ഏറ്റവും മോശം അവസ്ഥയിൽ പോലും അവരെ ചേർത്ത് പിടിക്കാൻ തോന്നും. അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം മാറ്റിവെക്കാനും നമുക്ക് മടി തോന്നില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് മാത്രമായിരിക്കാം. മറ്റേ വ്യക്തി നിങ്ങളെ ഇപ്പോഴും ഒരു നല്ല സുഹൃത്തായി മാത്രമായിരിക്കാം കാണുന്നത്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ പോയി പ്രപ്പോസ് ചെയ്യരുത്. അവർ നിങ്ങളോട് പെരുമാറുന്നതിലും ഈ ലക്ഷണങ്ങൾ ചിലതെങ്കിലും ഉണ്ടോ എന്ന് സാവധാനം നിരീക്ഷിക്കുക. ഒരു നല്ല സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനും അതേസമയം ഉള്ളിലെ പ്രണയം തിരിച്ചറിയാതെ പോകാതിരിക്കാനും ഈ ഒരു നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ
ഒരാളുടെ മുഖം തെളിഞ്ഞു വന്നിട്ടുണ്ടാകും അല്ലേ? ഞാൻ ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ എത്ര ലക്ഷണങ്ങൾ നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്? ഒന്നോ രണ്ടോ ലക്ഷണങ്ങളാണെങ്കിൽ അത് നല്ലൊരു സൗഹൃദത്തിൻ്റെ തുടക്കമാകാം. എന്നാൽ 5 ലക്ഷണങ്ങളും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴത്തിലുള്ള പ്രണയത്തിലാണ് സുഹൃത്തെ.